ഞാൻ ലിവർ പേഷ്യൻ്റ് ആണ്, തൈറോയ്ഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളുമാണ്. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ ജൂണിൽ എനിക്ക് ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന നെട്ടലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നടക്കാൻ വയ്യ, കാലുഭാഗം തളർന്നിന് വെച്ചാൽ 3.5 മാസം എൻ്റെ വീട്ടിലേന് ഞാൻ. എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരു വീൽചെയറിൽ കൊണ്ടുപോകണം. ആസ്പത്രിയിൽ KMCTയിൽ ഓപ്പറേഷൻ ചെയ്യാതെ നീ നേരെ ഓപ്പറേഷൻ ചെയ്താലും 80% ഗ്യാരണ്ടി പറയുള്ളൂ. അങ്ങനെ നിന്ന് കുറച്ചൊക്കെ ഞാൻ നടന്നപ്പോൾ ഞാൻ തുറക്കൊക്കെ പോകുന്നത്. തുറക്കൊക്കെ ഞാൻ വാടകക്കാണ് നിൽക്കുന്നത്, ചിന്നേച്ചിൻ്റെ കല്ല്. പിന്നെ എൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ വല്ല ചെയ്യും. ഒരു 5 മിനിറ്റ് എനിക്ക് നിൽക്കാൻ വയ്യ, ഒരു മൂത്രം കഴിക്കാൻ എനിക്ക് ഇരിക്കാൻ വയ്യ. യൂറോപ്പിലായാലും മൂത്രം പോവില്ല, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട്. എനിക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഞാൻ മരുന്ന് കുടിക്കുക വയറ്റിന്ന് പോകാൻ. അങ്ങനെ ഇവർ കുറേ എന്നോട് ഈ കാര്യം പറഞ്ഞു. അപ്പം ഞാനിത് പുറന്തള്ളി. അതുകൊണ്ട് ചിന്നേച്ചി വന്നാണ് എന്നോട് പറഞ്ഞു, പിന്നെ ഇത് വാങ്ങിക്കോ, ഇത്ര പൈസ ചിലവാക്കണില്ലേ. അങ്ങനെ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ജൂൺ ലാസ്റ്റിൽ. അങ്ങനെ ഞാൻ ജൂൺ ലാസ്റ്റ് വാങ്ങാൻ കണ്ടു. പവിത്ര ഡോക്ടർ ഉണ്ട് മാളേക്കൽ മെഡിക്കൽസിൽ വരുന്നത്. ആ ഡോക്ടർ മരുന്നാണ് മാളേക്കലിൽ. ആ ഡോക്ടർ പറഞ്ഞ് ആളെ കൂട്ടി വരും. എൻ്റെ അമ്മാറൊക്കെ ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റില്ല, നമ്മൾ ഓപ്പറേഷത്തിന് തയ്യാറാകാൻ 3 ലക്ഷം ഉറുപ്പ്യ വേണം. ഈ 80% ഗ്യാരണ്ടി തരുള്ളൂ. ഇത് തളർന്നാൽ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ എൻ്റെ ചുറ്റിലിരുന്ന് ഇങ്ങനെ കാര്യമാണ്. അപ്പോൾ എനിക്കൊരാൾ കുറിപ്പേസിട്ട് വന്നതാണ്, ഞാൻ കുറി വെക്കണ ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭാഗത്ത് എന്നോട് കാര്യങ്ങൾ വെച്ചത്. ഞാൻ നിങ്ങളൊക്കെയാണ് പറയുന്നത്, എന്താ പറഞ്ഞത്, എനിക്കൊരു പെൺകുട്ടികളും കൂടി ഇല്ലല്ലോ, ഞാനൊന്ന് തളർന്ന് പോയാൽ ഈ ഒരു നേരെ നാലുവേദനയും ഈ കാലുവേദനയും മാറി ഒരു നേരെ എനിക്ക് ഉണ്ടാവില്ല. പഠിച്ചോനെ എൻ്റെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കണേന്നുള്ള ഒരു എപ്പോഴും ഞാൻ കരച്ചിന്മലാണ് കഴിയാം. അത്രയും വേദന ഞാൻ സഹിച്ചത്. ഇന്നിപ്പോൾ എനിക്ക് ഒരു വേദനയില്ല. ഞാൻ ഇത് 1.5 മാസം 2 മാസത്തോളം അതിൻ്റെ ഇടയിൽ എൻ്റെ വന്ന് പറഞ്ഞു ചെയ്തു. അപ്പം കെട്ടുമ്പോൾ ഞങ്ങളുടെ ആദ്യം ഞാൻ കെട്ടുമ്പോൾ ചിന്ന ചേച്ചിനോട് പറഞ്ഞു, സൂര്യോ എനിക്ക് സൂര്യോട്ടോ ആരെ കുട്ടിക്കോട്ടെ. പിന്നെ 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല അതിൻ്റെ ഈ കാലം എനിക്ക് തൊടാൻ കഴിയില്ലേ. ഞാൻ ഇപ്പം നിസ്കരിക്കാൻ നിലത്ത് ഇരുന്ന് സുജൂദ് ഇതിനൊക്കെ ഞാൻ പോകും. നല്ല മാറ്റം എനിക്ക് കഴിവ്. അതേമാതിരി മെൻസസ്സായ സമയത്തിലേ കാലോട്ട് കടഞ്ഞിട്ട് നിലത്തേക്ക് വെക്കില്ല. അതേമാതിരി ഊരലൈസ് ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്ത് പിന്നെ ഇത് കെട്ടിയപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ പെണ്ണുങ്ങളല്ല നമ്മൾ. ഇന്ന് ഞാൻ ഇവരെ കൂടെ പോകുന്നത് എനിക്ക് മെൻസസ്സാണ്. ഇല്ലെന്നെ കട്ടുമ്പോൾ നീച്ചാത്തൊരു മനുഷ്യനാണ്. എന്നിട്ട് ഈ സമയത്തിൽ കട്ടുമ്പോൾ നീക്കാത്തൊരു മനുഷ്യനാണ്. ഭക്ഷണങ്ങളൊന്നും പറ്റൂല എനിക്ക്. ഇപ്പം ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. ഇത് നെഞ്ഞുള്ളൊരു അസുഖമുണ്ട്. നമുക്ക് വിളിച്ച് പറഞ്ഞാൽ അതാണ് ആ രോഗം വെള്ളങ്ങനെ വീർത്ത് വരാം. അതേപോലെ തന്നെ ഞാൻ 73 കിലോയുടെ ഞാൻ ഇപ്പോൾ 63 കിലോനുള്ളൂ. 73 കിലോ. എന്നിട്ട് എന്നോട് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം കറിച്ച് എൻ്റെ തടി കുറയാൻ തിന്നത്. ഞാൻ ഒരു നീര് വന്നിട്ട് എല്ലാ അസുഖം പറയാതെ എന്നോട് അസുഖത്തിനെ പറ്റി ഞാൻ എൻ്റെ മാപ്പിളോട് എൻ്റെ കൂട്ടുകാരെ ആരോടൊക്കെ എനിക്ക് പറയാൻ വയ്യ. പറഞ്ഞ എന്നും തന്നെയല്ലേ ഞാനൊക്കെ ഇവിടുത്തെ സ്റ്റോളിട്ടിരുന്നാൽ എനിക്ക് പോരാൻ വേണ്ടി ഇത് കണ്ടാണ്ട് ഇവിടെ ഒത്ത് കിടത്തിയേക്കാരാ. ഞാൻ വയ്യാതെ കിടക്കുന്ന ഞാൻ ചെറുത്തല്ല എനിക്ക് ജനിച്ചു പോരാൻ തോന്നില്ല. വളരെ ഒറ്റക്കാവും ചെറിയ ആൺകുട്ടികളല്ല ഓലെ കിട്ടുമോ. ഇന്ന് എനിക്ക് അന്ന് പഠിച്ച് നാളത്തെ ഞാൻ പറയും കേട്ടോ. ഇത് ഉപയോഗിച്ചാൽ എൻ്റെ വേദനയ്ക്ക് നല്ല മാറ്റം. അതേമാതിരി തലവേദന വന്നാൽ ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ മെസ്സി പോയി സൂചിക്കലുണ്ട്. ഇപ്പോൾ എത്രയോ ഇപ്പോൾ ഇത് കെട്ടിയത് സിക്കാ തലവേദന വന്നില്ല. ഗുളിക എത്ര കുറഞ്ഞു. രാവിലെ ഒരു 10 ഗുളിക കുടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 ഗുളിക കുടിക്കുന്നുള്ളൂ. ഷുഗറിന് കുടിച്ചിട്ടില്ല, പ്രഷറിന് കുടിച്ചിട്ടില്ല. ഷുഗറില്ല. ഡോക്ടറെ പറഞ്ഞു എൻ്റെ ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഞാൻ ചെയ്തത്. അന്ന് അതേമാതിരി പോയിക്കൊരു മരുന്നാട് വെച്ചാടാ കുടിച്ചിട്ടില്ല. ഈ 40 വയസ്സായ ഞാൻ ഷുഗർ എല്ലാ രോഗത്തിനും മരുന്ന് കുടിക്കണം. ഷുഗർ കൊളസ്ട്രോൾ